സപ്രസ് പതാകയുള്ള ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ സംയമനം പാലിക്കണമെന്നും സംഭാഷണത്തിന്റെ ആവശ്യകതയെ ഊന്നി പറയുകയാണ്. ഇന്ന് രാവിലെ ഒമാനിൽ കടലിൽ വെച്ച് ഇറാനിയൻ സൈന്യം GFX ഗാലക്സി ആക്രമിച്ചതായി യുക്ടോ അറിയിച്ചിട്ടുണ്ട്. അതായത് UK സമുദ്ര വ്യാപാര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു ടീമാണ്. കപ്പലിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ഒരു ലൈഫ് ബോട്ടിൽ അഭയം തേടുകയായിരുന്നു. ഇന്ന് രാവിലെ ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ GFX ഗാലക്സിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യക്കാരിൽ ഇതുവരെ 10 പേരെ രക്ഷപ്പെടുത്തിയെന്നും ഒരു ഇന്ത്യൻ പൗരനെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പേര് പരാമർശിക്കാതെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്. ഒമാനി ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും രക്ഷാപ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. അധികാരികളുടെ തുടർച്ചയായ പിന്തുണയ്ക്ക് അവർ നന്ദി പറയുകയും ചെയ്തു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ആശങ്കാജനകമാണ്. മേഖലയിൽ സമാധാനവും സ്ഥിരതയും തിരിച്ചു വരുന്നതിനായി സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനും നയതന്ത്രപരമായ പരിഹാരത്തിനായി ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് അവസാനിപ്പിക്കുന്നതിനുള്ള ഞങ്ങളുടെ ആഹ്വാനം ഞങ്ങൾ ആവർത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുകയാണ്. മേഖലയിലെ വാണിജ്യ ഷിപ്പിംഗും സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറും ലക്ഷ്യമിടുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സ്വതന്ത്രവും തടസ്സമില്ലാത്തതുമായ നാവിഗേഷനും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നാണ് ഇന്ത്യ പറയുന്നത്. ഹോർമോസ് കടലിടുക്കിലെ GFX ഗാലക്സിക്ക് IRGC നാവികസേന ആക്രമണം നടത്തിയതിനെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ വീണ്ടും വ്യോമാക്രമണം നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ്. കപ്പലിന് തീപിടിക്കുകയും എഞ്ചിൻ റൂമിന് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതിനാൽ യാത്ര നിർത്തിവെക്കേണ്ടി വന്നതായി US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. IRGC നേവിയുടെ അഭിപ്രായത്തിൽ GFX ഗാലക്സി അതിന്റെ സംവിധാനങ്ങൾ ഓഫ് ചെയ്യുകയും സമുദ്ര സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുകയും കൂടാതെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടഞ്ഞു തന്നെ ഇരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കൂടാതെ മേഖലയിൽ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ അടച്ചിടും. ഒരു കപ്പലിനെയും അതോടൊപ്പം തന്നെ കടലിടുക്കിലൂടെ കടക്കാൻ അനുവദിക്കില്ല എന്ന് IRGC നാവികസേന പറഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാനെതിരെ US ആക്രമണം നടത്തുന്നത് ഇത് 3ാം തവണയാണ്. ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ് ഒരു പ്രധാന കാരണമായി വാഷിംഗ്ടൺ ചൂണ്ടിക്കാട്ടുന്നത്. ബന്ദർ അബ്ബാസ് അതോടൊപ്പം തന്നെ സിറിക് ചബഹാർ തുറമുഖം ഉൾപ്പെടെയുള്ള വിവിധ പ്രധാന നഗരങ്ങളിൽ ഇറാനിയൻ സ്ഥലങ്ങളിൽ ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങൾ കേട്ടു. ഭൂഗർഭ മിസൈൽ സൗകര്യം സ്ഥിതി ചെയ്യുന്ന കേഷം ദ്വീപിനൊപ്പം ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം ഉൾപ്പെടെയുള്ള ഒമാൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിൽ US സൈനിക താവളങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി IRGC പറയുന്നുണ്ട്. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളും ഡ്രോൺ ഇന്ധനം നിറയ്ക്കൽ സൗകര്യങ്ങളും അവർ നശിപ്പിച്ചതായി പറയുന്നുണ്ട്. ഇറാൻ ആക്രമണത്തോട് നിരവധി ഗൾഫ് രാജ്യങ്ങൾ പ്രതികരിച്ചതായും കുവൈറ്റ് വ്യോമ ലക്ഷ്യങ്ങൾ തടഞ്ഞതായും UAE മിസൈൽ അതോടൊപ്പം തന്നെ ഡ്രോൺ ഭീഷണികളെ ചെറുക്കാനാണെന്നും ദോഹയിൽ സ്ഫോടനങ്ങൾ നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ഖത്തർ മിസൈൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്.